ഇന്നത്തെ വീഡിയോ റോസാ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റോസാ ചെടികൾ നമ്മൾ നല്ല ആഗ്രഹത്തോടു കൂടെ വാങ്ങിക്കും, ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടും. പക്ഷേ പിന്നീട് ഈ പൂക്കൾ കൊഴിയുമ്പോഴത്തേക്കും ചെടി നശിച്ചു പോകും. എന്നാൽ ഇതുപോലെ നല്ല തളിർപ്പോടു കൂടെ പുതിയ മുട്ടുകളും പുതിയ പൂക്കളുമായിട്ട് വളരെ കാലം നമുക്ക് ബഡ് റോസ് നട്ട് വളർത്താൻ പറ്റും. വളരെ ചെറിയ വിലക്ക് തന്നെ നമുക്ക് റോസാ ചെടികൾ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലുള്ള റോസാ ചെടികൾ 100 രൂപയ്ക്ക് 4 എണ്ണം മുതൽ നമുക്ക് നഴ്സറികളിൽ നിന്നും ലഭ്യമാണ്. നടുമ്പോൾ വരുന്ന ചില മിസ്റ്റേക്കുകൾ കാരണമാണ് ഈ ചെടികൾ പിന്നീട് വളരാത്തതും പിന്നീട് പൂക്കൾ തരാത്തതും. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലൊരു വൈറ്റ് ആൻഡ് പിങ്ക് ബഡ് റോസ് റിപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു റോസാ ചെടി നന്നായിട്ട് പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു. പക്ഷേ കുറച്ച് കാലം ശ്രദ്ധിക്കാതെ പോയപ്പോഴും മണ്ണ് മാറ്റാതെ ഇരുന്നിട്ടും ഇതിപ്പോൾ നിറച്ച് കാട് കയറിപ്പോയി. അപ്പോൾ ഇതൊന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിൽ റോസാ ചെടിയേക്കാളും മറ്റുള്ള ചെടികൾ കൂടുതൽ വളർന്നു. ശംഖുപുഷ്പത്തിൻ്റെയാണ് വലിയ 2 തൈകൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കിന്നൊന്ന് പറിച്ച് മാറ്റി എങ്ങനെയാണ് നടേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ചുവട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് വളരെ പഴക്കമുള്ളൊരു റോസാ ചെടിയാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ തൈ പറിച്ചു മാറ്റേണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ കളകളൊക്കെ പറിച്ചു മാറ്റി ചുവടിളക്കി കൊടുത്താൽ തന്നെ മതിയാവും. റോസാ ചെടി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചുറ്റിലുള്ള കളകളും അതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്നവയോ അതൊന്ന് പറിച്ചെടുക്കുക. ഇതിൻ്റെ റോസാ ചെടിയുടെ കമ്പ് പിടിച്ച് വലിച്ചെടുക്കാൻ പാടില്ല, കാരണം ഈ മണ്ണ് കുറച്ച് ഉറച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വലിക്കുവാണെങ്കിൽ ഇതിൻ്റെ തണ്ട് പൊട്ടിപ്പോവുകയും ചെടി നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചട്ടിക്ക് ചുറ്റിലും കൈവച്ച് തട്ടിക്കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഈ ചെടിയെ മണ്ണോടെ തന്നെ നമ്മൾ പറിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതിലിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ തൈകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ പിടിച്ചിട്ടാണ് വലിച്ച് പുറത്തേക്ക് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടി ചെരിച്ച് പിടിച്ച് പതുക്കെ ഇങ്ങെടുത്താൽ മതിയാവും. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറിനകത്തുള്ള പച്ചപ്പുള്ള മണ്ണ് നമ്മൾ ഒരിക്കലും അതേപോലെ ഇതിനകത്ത് നട്ടു കൊടുക്കാൻ പാടില്ല. അതൊന്ന് ഇളക്കി ഒന്നുകിലും വെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകി മാറ്റാം. അതല്ലെങ്കിൽ നമ്മൾ കൈവച്ച് ചെറുതായൊന്ന് പൊട്ടിച്ച് വേറെ ഇളക്കാത്ത രീതിയിൽ ഒരു 80% പൊട്ടിച്ച ശേഷം നമുക്ക് മാറ്റി നട്ടു കൊടുക്കാം. നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം. നീർവാർച്ചയുള്ള മണ്ണിലാണ് പെട്ടെന്ന് വേരോടുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ റോസാ ചെടി പച്ചപ്പോട് കൂടെ നിലനിൽക്കുകയും ചെയ്യുക. അധികം വളം ചേർക്കേണ്ട ആവശ്യമില്ല. നട്ട് കൊടുക്കുമ്പോൾ വെറും മണ്ണിൽ നട്ടാലും കുഴപ്പമില്ല. ചെടിയുടെ വേര് പിടിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വളം ചെയ്തു കൊടുത്താൽ മതി. ഏത് ജൈവവളം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, കമ്പോസ്റ്റ് വളം, സൂപ്പർ മീൽ, ഇങ്ങനെ ഏത് വളം വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് ഒരു പിടി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടി നടുന്നതിന് മുമ്പ് ചട്ടിയുടെ താഴ്വശത്തുള്ള ഹോള് അടഞ്ഞു പോവാതിരിക്കാൻ ഇതുപോലെ ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഇലകളൊക്കെ ചെടിച്ചട്ടിക്കുള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മണ്ണ് കുറവാണെങ്കിൽ ഇതുപോലെ കരിയിലകളോ പച്ചിലകളോ ഒക്കെ നിറച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. ഏത് ചെടി നടുമ്പോഴായാലും അടിവശത്ത് കരിയിലകൾ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മണ്ണിൻ്റെ ആവശ്യം വരില്ല. ഞാനിങ്ങനെ മണ്ണ് നിറച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുട്ടത്തോട് ഉണക്കിയത് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വിതറി കൊടുക്കുന്നത് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നതല്ല. വളമായിട്ട് ചേർക്കണമെങ്കിൽ നമ്മൾ മുട്ടത്തോടിൻ്റെ പൊടി തന്നെ ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ മണ്ണിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചകിരിപ്പൊടിയൊക്കെ ചേർക്കാറില്ലേ, അതുപോലെ നമുക്ക് ഇടവിട്ട് മുട്ടത്തോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വേരോട്ടം ഉണ്ടാവും. ഇനി ഈ റോസാ ചെടി നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബഡ് റോസാണ്. അതുകൊണ്ട് ചെടി മുഴുവനായും മണ്ണിൽ മൂടാൻ പാടില്ല. എവിടെയാണോ നമ്മുടെ ചെടിയിൽ ബഡ് ചെയ്തിരുന്നത്, അതായത് ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റി ബഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മണ്ണിന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ബഡ് റോസ് നട്ടു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചെടിയിൽ നല്ല തടിച്ചിരിക്കുന്ന ആ ഭാഗത്താണ് ബഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അത്ര വരെ മണ്ണിട്ടാൽ കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ, ഇവിടെ താഴത്തോളം വേര് വന്നിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ അവിടെ വരെ മണ്ണിട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് ബഡ് ചെയ്തതിന് താഴേക്ക് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വരെ മണ്ണിട്ട് കൊടുക്കാം. അതിനിടയിൽ മുട്ടത്തോടും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ചകിരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മണ്ണിൽ ചേർത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ ചകിരിപ്പൊടി ഒന്നുമില്ല, നിങ്ങളുടെ മണ്ണ് നല്ല പച്ചപ്പുള്ള മണ്ണാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് പൂഴി, ഒരു ചിരട്ട നിറച്ച് പൂഴിയോ അതല്ലെങ്കിൽ നമ്മുടെ എംസാൻഡ് നന്നായിട്ട് കഴുകിയതായിരിക്കണം. മഴയത്തൊക്കെ കിടന്ന എംസാൻഡ് അത് നമുക്ക് ഉപയോഗിക്കാം. അതും ഇതുപോലെ തന്നെ ഒരു ചിരട്ട എടുത്ത് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീർവാർച്ച ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റോസാ ചെടിയെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ചേർത്തിട്ടില്ല. ചാണകപ്പൊടി കലർത്തിയ മണ്ണായിരുന്നു. ഞാനത് മുൻപേ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന മണ്ണാണ്. അത് തന്നെയാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ റോസാ ചെടിയിൽ നിന്നും പറിച്ച് മാറ്റുമ്പോൾ ഉണ്ടായിരുന്ന മണ്ണുണ്ടല്ലോ, അതും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സ്യൂഡോമോണസ് ആണ്. സ്യൂഡോമോണസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളമായിട്ടല്ല നമ്മൾ ഈ ഒരു റോസാ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത്. ഏത് ചെടിക്കായാലും ഫംഗസ് ബാധ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്യൂഡോമോണസ് 10 ദിവസത്തിലൊരിക്കൽ 5 മില്ലിയോ അല്ലെങ്കിൽ
20 ഗ്രാം, പൊടിയാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്യൂഡോമോണസ് ഇതുപോലെ വിതറി കൊടുത്ത ശേഷം ഇതിന് മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ചെടിയുടെ കമ്പുകളെല്ലാം നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. റോസാ ചെടി സമയത്തിന് തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ പുതിയ പുതിയ തളിർപ്പ് വരുമ്പോൾ മൊട്ടോട് കൂടിയാണ് വരിക. ഏത് ചെടിയായാലും മാറ്റി നട്ടാൽ 2-3 ദിവസം നല്ല തണലത്ത് വെക്കണം, പിന്നീട് വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് വെക്കേണ്ടതുള്ളൂ. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെടി വർഷങ്ങളോളം നിലനിൽക്കും. മുറിച്ചു മാറ്റുന്ന കമ്പുകൾ ഞാൻ നട്ടു കൊടുക്കാറുണ്ട്. ഇവ മുളച്ച് കിട്ടുമെങ്കിലും പിന്നീട് ഇതിൽ പൂക്കളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പിന്നീട് ഇത് കരിഞ്ഞു പോവാറാണ് പതിവ്. കളകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ പറിച്ചു മാറ്റുക, ഇല്ലെങ്കിൽ കളകളുടെ വളർച്ച കൂടും, നമ്മുടെ ചെടിയുടെ വളർച്ച കുറയും. മാറ്റി നട്ട് വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നൊരു വളമാണിത്. ഇത് ഫിഷ് അമിനോ ആസിഡാണ്. ഇതൊരു 50 രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പി നിറച്ച് ഫിഷ് അമിനോ ആസിഡ് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ച ശേഷം 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമുക്ക് ഈ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും കായ്കൾ ഉണ്ടാവാനും സഹായിക്കുന്നതാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. അതുപോലെ തന്നെ എഗ് അമിനോ ആസിഡ്, ഇവയൊക്കെ ഇത് നമുക്ക് വാങ്ങിക്കാനും കിട്ടും, വീടുകളിൽ നിർമ്മിക്കാനും പറ്റും. ഞാൻ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച റോസാ ചെടികൾ വേര് പിടിച്ച ശേഷം ഞാൻ ഈ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ ഇലകൾ പച്ചപ്പോടുകൂടെ വരികയും വരുന്ന കൊമ്പുകളിലൊക്കെ മൊട്ടുകളായിരുന്നു. നല്ല രീതിയിൽ പൂക്കൾ നല്ല വലിപ്പത്തോടും കൂടെ ഉണ്ടായി. രാസവളമായിട്ടുള്ള DAP കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 3-4 മണി നമ്മളൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വ്യത്യാസം കാണാൻ പറ്റും. റോസാ ചെടികളിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും നല്ല വലിപ്പത്തോടു കൂടിയുള്ള പൂക്കൾ കിട്ടുകയും ചെയ്യും. ഈ ഒരു റോസാ ചെടിയുടെ ചുവട്ടിൽ നല്ല ആരോഗ്യത്തോടു കൂടെ മുളച്ച് വരുന്ന തളിര് കണ്ടോ? ഈ ഒരു തളിര് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് ബഡ് ചെയ്തതിന് താഴെ വെച്ചിട്ടാണ്, നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റിയതിന് താഴെ വെച്ചിട്ടാണ് ഇത് മുളച്ച് വന്നിട്ടുള്ളത്. ഇത് കാട്ടു റോസയുടെ കമ്പാണ് മുളച്ച് വരുന്നത്. ഇതിവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബഡ് റോസ് നശിച്ചു പോവും. ഇത് നന്നായിട്ട് വളരും, പക്ഷേ ഇതിൽ പൂവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല. ബഡ് റോസ് നട്ട് വളർത്തുന്നവർ നിർബന്ധമായിട്ടും ഇതുപോലെ താഴെ വശത്ത് നിന്നും കൊമ്പുകൾ മുളച്ച് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ മുളച്ച് വരുന്നവ അപ്പോൾ തന്നെ മുറിച്ച് മാറ്റുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഗാർഡനിങ് വീഡിയോസുമായിട്ട് കാണാം. താങ്ക്